RVS മണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആഭ്യന്തര മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് ആഭ്യന്തര സുരക്ഷാ വിഭാഗത്തിൻ്റെ ചുമതലയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ടുകൂടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വെളിപ്പെടുത്തൽ ഏറെ ഗൗരവമുള്ളതും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാവുകയും ചെയ്യുന്നത്. കാരണം പലപ്പോഴും നമ്മുടെ ഈ സുരക്ഷാ ഏജൻസികൾ, പ്രത്യേകിച്ച് രഹസ്യാന്വേഷണ വിഭാഗമൊക്കെ തന്നെ ഈ ഭീകരാക്രമണങ്ങൾ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകൾ നൽകും. അത് മുംബൈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടായിരുന്നെങ്കിൽ അന്നൊക്കെ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിരുന്നെങ്കിലും അതൊക്കെ അവഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പല ഉദ്യോഗസ്ഥരും ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. ഇപ്പോൾ അന്ന് UPA സർക്കാരിൻ്റെ കാലത്ത് ആഭ്യന്തര മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി ആയിരുന്ന ഉദ്യോഗസ്ഥൻ ഇത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തുമ്പോഴാണ് അതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നത്. കാരണം ഈ രീതിയിൽ നമ്മുടെ സുരക്ഷാ ഏജൻസികൾ നൽകുന്ന, നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കുന്ന വിധത്തിൽ കോൺഗ്രസിന് എന്തായിരുന്നു ഈ ISI എന്ന ഈ പാകിസ്ഥാൻ ചാര സംഘടനയുമായിട്ടുള്ള ഒത്തുകളി, മാത്രമല്ല ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള ഭീകരവാദ സംഘടനകളുമായിട്ട് പലപ്പോഴും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള കോംപ്രമൈസിങ് പൊളിറ്റിക്സ് എന്തിനു വേണ്ടി നടന്നു എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. നമുക്കറിയാം, ജമ്മു കാശ്മീരിൽ അടക്കമുള്ള വിഘടനവാദ നേതാക്കളോട് കോൺഗ്രസ് പുലർത്തിയിരുന്ന സമീപനം, യാസിം മാലിക്കും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ നാട്ടിൽ ഭീകരവാദത്തിന് പച്ചക്കൊടി കാട്ടിക്കൊണ്ട് ഭീകരവാദത്തിന് വളം നൽകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നതാണ് ഇത്തരം വെളിപ്പെടുത്തലുകളിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു വിവരം. പലപ്പോഴും രാഷ്ട്രീയ ആരോപണങ്ങളായി കോൺഗ്രസിനെതിരെ ന്യൂനപക്ഷ പ്രീണനം അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും വരുന്ന ഈ ഗൗരവമുള്ള വെളിപ്പെടുത്തൽ അതിനൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് മറുപടി നൽകുവാനും അതിന് വിശദീകരണം നൽകുവാനും ഒക്കെയുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കുണ്ട്. അവർ ഈ ഒത്തുകളി ആരോപണത്തിൽ, അതുമല്ലെങ്കിൽ ഈ ഒത്തുകളി വെളിപ്പെടുത്തലിൽ എന്താണ് കോൺഗ്രസിന്റെ വിശദീകരണം എന്നറിയുവാൻ വേണ്ടി രാജ്യം കാത്തിരിക്കുകയാണ്. കാരണം 175 ജീവനുകളാണ് മുംബൈ ഭീകരാക്രമണത്തിൽ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകുന്നതിന് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി തയ്യാറായേ മതിയാകൂ. അശ്വതി.